ഹായ്. ഞാൻ നാളെ മുതൽ എൻ്റർ ചെയ്യുന്ന എല്ലാ ട്രേഡ്സും ഇതേപോലെ ഒരു വീഡിയോ ആക്കി പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ട്രേഡ് ചെയ്യാറ്. ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. സ്റ്റിൽ വേണമെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണെന്ന് പറയാം. ഞാൻ എന്തായാലും നാളെ മുതൽ എൻ്റർ ചെയ്യുന്ന എല്ലാ ട്രേഡ്സും ഡെയിലി ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമുക്കത് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 550 ആ റേഞ്ചിലാണ് ഓപ്പൺ ആയത്. എന്നിട്ട് മാർക്കറ്റ് നേരെ ഡൗൺ ആയി വരിക ചെയ്തത്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ മാർക്കറ്റ് കാണിച്ചു. ഞാൻ ആക്ച്വലി ഇന്നൊരു ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ഞാൻ കാണിച്ചുതരാം. മാർക്കറ്റ് ഈ ഒരു സോൺ ഹിറ്റ് ചെയ്തു, അവിടുന്ന് ഒരു റിവേഴ്സൽ കാണിച്ചു. പിന്നെ ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻഡലിലാണ് ഞാൻ എൻ്റർ ചെയ്തത്. ടാർഗറ്റ് ഈ ഡേലോ ആണ് പ്ലേസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് 11 o'clock ഗ്രീൻ ക്യാൻഡിലാണ് ഞാൻ എൻ്റർ ചെയ്തത്. 11:25 ആ സമയത്താണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഞാൻ ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ ട്രേഡ്. 11 o'clock ക്യാൻഡിലാണ് എൻ്റർ ചെയ്തത്. 11:30 ആവുന്ന സമയത്താണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. അപ്പൊ തന്നെ ബുക്ക് ചെയ്ത് മാറി. 52,000 P ആണ് സ്ട്രൈക്ക് പ്രൈസ് എൻ്റർ ചെയ്തത്. ഇൻ ദ മണിയാണ്. 1 ലോട്ട് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആവറേജ് പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി വേറെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു, അതായത് ഈ ഒരു സോണിൽ നിന്നുള്ള റിവേഴ്സൽ. പക്ഷെ അത് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മേ ബി. ഈ ഒരു റേഞ്ച് എക്സലില് ടാർഗറ്റ്, ഈ ഒരു ഡേ ഹൈ അല്ല, ഈ ഒരു റേഞ്ച് ടാർഗറ്റും. പക്ഷെ അതൊന്നാമത് 2 o'clock ശേഷമാണ് ആ ഒരു ട്രേഡ് ആക്റ്റീവ് ആയതും. മാത്രമല്ല ഇന്ന് എക്സ്പയറി ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. സോ അത് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ട്രേഡ് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി എങ്ങനെ ട്രേഡ് എടുക്കാറെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിനൊന്ന് വാച്ച് ചെയ്യും. സോൺസ് ഒക്കെ 50 മിനിറ്റിൽ ഡ്രോ ചെയ്യും. എന്നിട്ട് ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് ട്രേഡ് എടുക്കാറ്. നമുക്ക് നാളത്തേക്ക് ജസ്റ്റ് സോൺസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ. വേണമെങ്കിൽ ഒരു ഇൻഡിസിഷൻ എന്ന് പറയാം. കാരണം ലാസ്റ്റ് 3 days ആയിട്ട് മാർക്കറ്റിൽ ഡേ ക്യാൻഡിൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു ഇൻഡിസിഷൻ പോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. 1 hourലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ. അതായത് 1 hour ടൈം ഫ്രെയിമിൽ സോൺസ് നമുക്ക് 50 മിനിറ്റിൽ മാർക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പലരും പല രീതിയിലായിരിക്കും ട്രേഡ്സ് എടുക്കുന്നതും ഡ്രോ ചെയ്യുന്നതും ഒക്കെ. ഇവിടെ 50 മിനിറ്റിൽ നമുക്ക് ഇത് നല്ലൊരു ബൈയിങ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇന്ന് ബൈയിങ് നടന്നിട്ടുണ്ട്. പിന്നൊരു സോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു സെല്ലിംഗ് സോൺ ആണ്. പക്ഷെ ഇത് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മൈനർ സെല്ലിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന് മുകളിലാണെങ്കിൽ ഇവിടെ ഒരു സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിന്റെ ബിലോ വരികയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാണപ്പം സോൺസ്. ഇങ്ങനെയാണ് ഇപ്പൊ മാർക്ക് ചെയ്ത് വെച്ചത്. പലരും പല രീതിയിലായിരിക്കും സോൺസ് ഒക്കെ ഡ്രോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നാളെ മുതൽ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം, അത് ഈവൻ നോ ട്രേഡ് ആണെങ്കിൽ കൂടെ ഒരു വീഡിയോ പോലെ പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിലേക്കെങ്കിലും എനിക്കത് ചെയ്യണമെന്നുണ്ട്. അത് മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.